നല്ല മഴയുണ്ട് പുറത്ത്. അപ്പൊ എന്തായാലും ഇവിടെ ഉണ്ട്. ഒന്ന് മതി. എന്താന്ന് പറയാൻ പറ്റില്ല. കുടുങ്ങിനൊക്കെ കൂടിയിട്ട് പറയണത് നോക്കിയോ കൈ പൊട്ടടാ. വലിക്കരുതേ. ഇറങ്ങിയോക്കാ. ആദ്യം പിടിച്ചപ്പോ അതിന്റെ ചൂണ്ട പൊട്ടിട്ട് കഴിച്ചു. അതിനെ കിട്ടിയിട്ട് സാധനത്തിന് നമ്മള് സാരം ഈ മഴയത്തന്നെ വന്ന് മഴയത്തന്നെ കിട്ടുക ചെയ്ത് കഴിച്ചു. കഴിച്ചപ്പോ കൊറേ നാൾക്ക് ശേഷമാണ് നമ്മൾ ചൂണ്ടയിലൊന്ന് മീൻ കുടുക്കി. അങ്ങനെയല്ല കുഞ്ഞുട്ടി വന്നത് ആ മീനിന് അങ്ങനെ പൊടിച്ചിട്ടുണ്ട് കഴിച്ചു. ജസ്റ്റ് മിസ്സാണ്. കാഴ്ചപ്പോ ആദ്യം വലിച്ചപ്പോ ചൂണ്ട പൊട്ടി. ഞാൻ വിചാരിച്ച് പോയിന്ന് ചൂണ്ട എടുക്കണ പോയതി. നോക്കുമ്പോ എന്താ അതിന്റെ ഈർമുണ്ട് കഴിച്ച അങ്ങോട്ട് കിട്ടി. വേറെ പോയിട്ട് എടുത്തു. ഓരോ പൊട്ടിയോ? ആ കാഴ്ചപ്പോ എന്തായാലും ഞാൻ വന്നേനെന്തായാലും ഉപകാരണ്ടായി കഴിച്ച. അപ്പൊ നേരെ നമുക്ക് വീട്ടിലെത്തിയിട്ട് അവിടെ ഇട്ടയാ കാഴ്ചപ്പോ നമ്മളെ മീൻ ഇതാണ്ടോ കുറച്ചൊക്കെ വലിപ്പണിട്ടായി. നാടൻ മുഷി കിട്ടിന്ന് അതേ സ്ഥലത്ത് വീണ്ടും ഇടാൻ പോവാണേന്. ഇതാ ചൂണ്ടതാ കോർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉടക്കാൻ പാടില്ല. എന്റെ കല്ലട കരി പൊരിക്കോ കല്ലേ മുട്ടി അങ്ങനെയൊക്കെ പറയുന്ന മീനാണ്. ഇതിന് അനാബസ് എന്നൊക്കെ പറയും. കുടുങ്ങിക്കണോക്ക് ഒന്നും കൂടി ഇട കിട്ടോ. പോവാൻ നിൽക്കുന്നു നമ്മൾ. കല്ലട അടിച്ചിട്ടുണ്ട് കൈസ്. എന്തായാലും വീണ്ടും ഇട്ടിട്ടുണ്ട് ഗായ്സ്. അപ്പം നമ്മൾ ചെറിയ കോലാട്ട വെച്ചിരിക്കണേ. അപ്പം നോക്കുകയാണെങ്കിൽ മീൻ അടിച്ചാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇട്ട് പോണതാകൊണ്ട് ചെറിയ കോലാണ് വെച്ചിരിക്കുന്നത് ഗായ്സ്. അപ്പം ഇതിൽ കല്ലടൊക്കെ വരിക പറഞ്ഞാൽ അത്ഭുതമാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒന്നും ഇല്ലാത്ത മീനാണ്. ഇതിൽ വേണ്ടിട്ട് ഇപ്പം അടുത്ത് വന്ന മീനാണ് കേട്ടോ ഗൈസ് കല്ലടൊക്കെ. ഇവിടെ നിന്ന് ഞാനിന്ന് ഇതിലേ കണ്ടിട്ടില്ല, പ്രദേശത്ത് കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു മീനിനെ. കുളമൊക്കെ നോക്കുക ഗൈസ്. ഫുള്ള് നിറഞ്ഞ് ഫുള്ള് പച്ചപ്പാണ്ട് ഗൈസ്. ഗൈസ് അപ്പം ഈ പാടത്തൊക്കെ ഞാൻ കുറേ കിട്ടിയിരിക്കും മീൻ മരണ്ട ഗൈസ്. ഗൈസ് അപ്പം ഇതേനെങ്ങനെ ഇത് കയറും ഗൈസ്. എന്ത് പരലുകൾ ഇങ്ങനെ കയറി പോണ രാത്രി ഒന്നും വലുതുകളിയും കാണാം ഗൈസ്. അങ്ങനെ കയറിപ്പോവും. അതേപോലെ കൈ കൊണ്ട് പിടിച്ചിട്ടുണ്ട്. അഞ്ചാറത്തിന് കുഞ്ഞിട്ട് പിടിച്ച് കൊടുത്തിട്ട് കേട്ടോ. ദേനെങ്ങനെ കയറിയിട്ട് അതേ ചാലുകൂടി ഇങ്ങനെ കയറിപ്പോവും ഗൈസ്. ഞങ്ങൾക്ക് കുരുട്ടി ഉണ്ടാക്കണം. നോക്ക് കാഴ്ചപ്പോ ചൂണ്ട നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ. എന്താ കുടുങ്ങിക്കാണ് ഗൈസ്. തീറ്റുണ്ട് അല്ലേ കാഴ്ചപ്പോ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അത് ചൂണ്ട സെറ്റാക്കി ഗൈസ്. അപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റിയ നമ്മളെ വലിയ ചൂണ്ട എന്തായാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് 1K പോലും അടിക്കില്ല ഗൈസ്. എന്തായാലും വീഡിയോ ഒന്ന് പോരായിട്ടാണോ അതെനിക്ക് ഇഷ്ടപ്പെടായിട്ടാണോ എന്നൊന്നും അറിയില്ല ഗൈസ്. എന്തായാലും എന്തെങ്കിലുമൊക്കെ അടിക്കുന്നു വിചാരിക്കുന്നു. എന്തായാലും 1.5 വർഷത്തോളം കഴിഞ്ഞു തോന്നുന്നു. എന്തായാലും 300 വീഡിയോ എന്തായാലും കടന്നിട്ടുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോ കൂടിയിട്ടാണ്. അപ്പം എന്തായാലും നേരെ നമുക്ക് ചൂണ്ടിട്ടുണ്ടായിരുന്നു. നേരെ അവിടേക്ക് പോയോ ഗൈസ്. കാഴ്ചപ്പതേ എന്താ വലിച്ചുകൊണ്ട് എന്തോ ഒന്ന് പറയുന്നുണ്ട് ഗൈസ്. എല്ലാം എടുക്ക്. ആ എപ്പോഴും കിട്ടില്ല ഗൈസ്. അപ്പം എന്തായാലും ഇനി ഇട്ടോക്കാം നമുക്ക്. കാഴ്ചപ്പം കുറെ ഒന്നും കിട്ടിയില്ല. നമുക്ക് വീണ്ടും ഇടാം ഗൈസ്. അപ്പം എന്തായാലും ഐസ് എന്തായാലും നമുക്ക് ഇര ആദ്യം കോർക്കാം. നമുക്കൊന്ന് ഐസ് പിന്നെ ആ മുണ്ടാണ് എടുത്തിരിക്കണത്. അതുകൊണ്ട് മുണ്ട ഇടക്കിടക്ക് അയ്യാണ് ഗൈസ്. അപ്പോൾ അതായത് നമുക്കിതാ ഈ സൈഡിലോട്ട് ഇറങ്ങിയിട്ട് ഇടാം ഗൈസ്. ഗൈസ് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഇതാണ് കേട്ടോ.
കാഴ്ചപ്പത് ഇവിടെ ഈ വടി പൊക്കാൻ പറ്റില്ലാട്ട കൈ വലിച്ചെടുക്കാനേ പറ്റുള്ളൂ, കാരണം അത്രയും വലിയ വടിയാണ്. ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ടിയാണ് കേട്ടോ ഇത്, നമ്മളെ നാട്ടിൽ കോട്ടി എന്ന് പറയാ. കാഴ്ചപ്പത നമ്മൾ അവിടുന്ന് നമ്മളെ മീൻ പിടിക്കൊണ്ട് കുറച്ച് ഇപ്പുറത്ത് വന്ന ചെറിയ രണ്ട് കൈസ് നോക്കിയാ ഓട്ടി നടക്കണം. എൻ്റെ കാലിലാണ്ട് പടഞ്ഞു കൈസ്. അപ്പോൾ ക്യാമറ നെറ്റിക്കൊണ്ടേ കൈസ് അനങ്ങാൻ നിൽക്കുന്നുണ്ട് കൈസ്. നമുക്ക് നേരെ നമ്മളെ മീൻ പിടിക്കുന്നിടത്ത് തന്നെ പോവാം. കാഴ്ചപ്പത വലിച്ചു എന്നൊക്കെ പറയണ്ട്, നോക്കിയോ കൈസ്. തിന്നുപോയോ? കാഴ്ചപ്പ ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് കേട്ടോ മീനുകൾ കടന്ന് കളിക്കണേ അല്ലേ. കാഴ്ചപ്പ നമ്മളെ പന്ത കുറച്ച് കയറ്റി വെച്ച് നോക്കാം കേട്ടോ. എന്നിട്ട് നോക്കി നോക്കാം നമുക്ക്. കൊത്തിന്ന് പറഞ്ഞത് അടിച്ച് കയറ്റി. എന്താ വലിയ ചീക കൊണ്ടുവാ, വലിയ കോട്ടിയാണ് കൈ. കോട്ടിയല്ല ചീക്ക്, പരല്ലോ. കാഴ്ചപ്പതേ കുഞ്ഞോട്ടിൻ്റെ മൂന്നാമത്തെ മീൻ അതിലിട്ടോ. നമ്മുടെ മീൻ കെട്ടി വെച്ചിക്കണ കൈസ് വള്ളിമ്മ കെട്ടിക്കാണേ ഇവിടെ തീറ്റ. അതിപ്പോൾ ഒരു ചൂണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ. കൈസ് നോക്കാണ്ട് ചെറുതായിട്ട് മടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാഴ്ചപ്പത അന്ന് കാണിച്ചെന്ന പോലെ അതേ കൂട് ഇപ്പോഴും ഉണ്ട് കൈസ്. കഴിഞ്ഞ കൊല്ലമായിട്ട് ഞാൻ കാണിച്ചെന്നില്ലേ, ഒരു 5 കൂട് അടുപ്പിച്ച് നിൽക്കണേ. അപ്പോൾ കാഴ്ച നോക്കുകയാണെങ്കിൽ അങ്ങനെ നേരെ നമ്മളെ തീറ്റ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ ഇനി നമ്മൾ പോകാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കൈസ്. അപ്പോൾ എന്തായാലും 1K അടിക്കുന്നില്ല കൈസ്, 1.5 വർഷമായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടക്കാച്ച വീഡിയോ കാണാം.